ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അയാൾ ചെന്നൈയിൽ വന്നാൽ പിന്നെ നമ്മുടെ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അതായത് ലക്ഷ്മി കാർത്തികയോട് പറയാണ്, രണ്ടുപേരും അവിടെ ഹോട്ടലിൽ ഇരുന്നിട്ടാണുള്ളത്. അയാൾ നമ്മുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും, ഉറപ്പാ. അയാൾ പുറത്തുനിന്ന് ഇങ്ങനെ നടക്കുന്നുണ്ട്, ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ കാർത്തിക അമ്മയുടെ അടുത്ത് പറയാണ്, അമ്മേ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് തന്നെ വിളിക്കണം. ഞാനെന്തായാലും ഒന്നുകൂടെ റിസപ്ഷനിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. കിരണും കല്യാണിയും എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീപ്പായിട്ട് സംസാരിക്കണം. മോൾ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ഇനിയിപ്പോൾ ആരെങ്കിലും ഈ മുറിയിൽ കയറിയാൽ തന്നെ ആയുധം കരുതി തന്നെയാണ് ഞാനും ഇരിക്കുന്നത്. കാർത്തികയുടെ അമ്മ പറയാണ്, അല്ലെങ്കിൽ തന്നെ നമുക്ക് പിന്നാലെ അപകടം ഉണ്ടല്ലോ മോളെ. ആ ബോധത്തോടെ തന്നെ വേണമല്ലോ നമ്മൾ മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ പിടിച്ചു നിൽക്കാൻ നീയും ഞാനും ഏത് സമയവും ആയുധം കയ്യിൽ കരുതുക തന്നെ വേണം. കാർത്തിക അമ്മയോട് പറയാണ്, പ്രകാശൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിന് പരിഹാരം കാണണം അമ്മേ. എന്നും ഇങ്ങനെ മനസ്സമാധാനം ഇല്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ല. കാർത്തിക അമ്മയോട് പറയാം. ശരി അമ്മേ, ഞാൻ ഇറങ്ങുന്നു. പ്രകാശൻ ആക്കിയ ആൾ മുറിക്ക് പുറത്ത്, അതായത് മുറിക്കകത്ത് കയറിയിട്ട് പറയാണ്, ഈ മുറിക്ക് ഓപ്പോസിറ്റ് തന്നെയാണ് അവരുടെ മുറി. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കണ്ടുപിടിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. കാർത്തിക നേരെ പോയത് കിരണും കല്യാണിയും ഉള്ളിടത്തേക്കാണ്. അപ്പോൾ കിരൺ പറയാണ്, ഞങ്ങളിവിടെ ഉള്ളിടത്തോളം കാലം കാർത്തികയ്ക്കും കാർത്തികയുടെ അമ്മയ്ക്കും ഒന്നും പറ്റില്ല. പ്രകാശനും പ്രകാശൻ്റെ മകനും അറിയാതെ തന്നെ ചില കണ്ണുകൾ അവരെ വീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയും അത്ര നിസ്സാരക്കാരിയല്ലെന്ന് പ്രകാശന് അറിയില്ല കിരൺ. ലക്ഷ്മി അമ്മ എന്തായാലും ഇന്ന് ആ പഴയ ലക്ഷ്മി അമ്മയല്ല, ഇന്ന് കുറച്ച് കൂടുതൽ കരുത്തും കരുതലും ഉള്ള ലക്ഷ്മി അമ്മയാണ്. ഞാനും അമ്മയും ഭയക്കുന്നത് പ്രകാശനെയും പ്രകാശൻ വെച്ച ആൾക്കാരെയുമല്ല, മറ്റു ചിലരെയാണ്. അപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, ആരാണ് ഈ മറ്റു ചിലർ? ഇടയ്ക്ക് കാർത്തികേച്ചി പറഞ്ഞല്ലോ മറ്റൊരാവശ്യങ്ങൾക്ക് കൂടി ഞങ്ങളെ ആവശ്യമുണ്ടെന്ന്, അതെന്താണ്? അപ്പോൾ കാർത്തിക പറയാണ്, ഏതായാലും നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമുണ്ട്. കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം, വളരെ വിശദമായിട്ട് തന്നെ. ആദ്യത്തെ ടാർഗറ്റ് പ്രകാശനും അയാളുടെ അമ്മയും മകനുമാണ്. അവരുടെ തകർച്ച പൂർണ്ണമായതിനു ശേഷം അവരുടെ ലൈഫിൽ നിങ്ങൾ അറിയാത്ത കുറച്ച് സംഭവങ്ങളുണ്ട്, അതേപ്പറ്റി പറയാം. ഏതായാലും എൻ്റെ അമ്മ ഇനി കോടതിയിൽ സാക്ഷി പറയാൻ വരരുത് എന്ന് ഉറപ്പിച്ചു കഴിയുന്ന പ്രകാശൻ അതിനുവേണ്ടി രാജപ്പൻ്റെ സഹായത്തോടെ നല്ലൊരു വാടക കൊലയാളിയെയും എന്നുള്ള കാര്യം ഉറപ്പാണ്. എൻ്റെ കാർത്തികേയ, ഈ പറയുന്ന പ്രകാശനും രാജപ്പനും ഒന്നും ബഗാസുരൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ അങ്കിളിന് മുകളിലൊന്നുമല്ല. ആള് ഒരുപാട് ഗുണ്ടകളെ വെച്ചതാ. ഇതേ ഇവളെയും എന്നെയും എൻ്റെ അച്ഛനെയും ഒക്കെ കൊല്ലാനായിട്ട്. അവിടെയൊക്കെ അങ്ങേര് തീർത്തും പരാജയപ്പെടുകയായിരുന്നു. എപ്പോഴും പരിക്ക് പറ്റിയിട്ടുള്ളത് അയാൾക്കും അയാളെ സ്നേഹിക്കുന്നവർക്കുമാണ്. ഈ രാജപ്പനെയൊന്നും അത്രത്തോളം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും ഞാനും അമ്മയും ഞങ്ങളുടെ വഴിക്ക് പോവുക. കിരണും കല്യാണിയും ഒക്കെ നിങ്ങളുടെ ശൈലിക്ക് മുന്നോട്ട് പോയിക്കോ. ഏതായാലും അടുത്ത കോടതി കൂടുമ്പോൾ ഈ കേസിൽ ബോധിപ്പിക്കാനുള്ള പല കാര്യങ്ങളും അമ്മ അവിടെ പറയും. കല്യാണിയുടെ അമ്മയെ അപകീർത്തിപ്പെടുത്തിയ പ്രകാശൻ്റെ യഥാർത്ഥ ചരിത്രം കോടതിക്ക് ബോധ്യപ്പെടണം. എന്തായാലും അടുത്ത കോടതി കൂടുമ്പോഴും കല്യാണിയുടെ അമ്മയെയും കൂട്ടി വരണം. അമ്മ കാണണം കോടതിയിൽ തലതാഴ്ത്തി നിൽക്കുന്ന പ്രകാശനെ. പറഞ്ഞ് കാർത്തിക പോയി കഴിഞ്ഞപ്പോൾ കിരൺ കല്യാണിയോട് പറയാണ്, കാർത്തികയുടെ അമ്മയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ത്തിൻ്റെ സ്വഭാവം അറിയാലോ, ആരെയും കൊല്ലാനും തല്ലാനും മടിയില്ലാത്തവനാ. കാണിക്കുന്നത് മനോഹറിനെയാണ്. മനോഹർ ബീച്ചിൻ്റെ സൈഡിൽ വണ്ടി വെച്ചിട്ട് അവിടെ ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് കാറിൻ്റെ ഓണടി കേൾക്കുന്നത്. ഇതിൽ നിന്നും ഇറങ്ങിയത് മറ്റാരുമല്ല, ഷാരിയാണ്. പിന്നെ മനോഹർ പറയാണ്, അമ്മ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത്? മീറ്റിങ്ങിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ ഓടി വന്നത്. അപ്പോഴാണ് ഷാരി ചോദിക്കുന്നത്, ഇന്ന് ആരുമായിട്ടായിരുന്നു മീറ്റിംഗ്? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഇന്ന് ബ്രസീലിൽ നിന്നും 1-2 പേര് വന്നു എന്ന്. അപ്പോഴാണല്ലോ അമ്മ ചോദിച്ചത് പെലെയാണോ നെയ്മറാണോ എന്ന്. എന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? അല്ല, ചർച്ചയ്ക്ക് വന്നവരെയൊക്കെ സന്തോഷിപ്പിച്ച് വിട്ടായിരുന്നോ? അത് അവർ പിന്നെ വെയിറ്റിങ്ങിലാ അമ്മേ. അമ്മയോട് സംസാരിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. പാർക്കിലേക്കോ അതോ ഹോട്ടലിലേക്കോ? ആരാണ് ഈ ഡോണയും ജുബാനിയും ഒക്കെ? നിഷ ആരാ? ഒക്കെ പോട്ടെ, നിൻ്റെ യഥാർത്ഥ പേരെന്താ? പത്രത്തിലൂടെയൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. 9 ഒക്കെ കല്യാണം കഴിച്ചിട്ട് പെൺകുട്ടികളെ അതിക്രൂരമായി വഞ്ചിക്കപ്പെടുന്ന ചില ചെറുപ്പക്കാരെ പറ്റി. ഞാൻ അപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഇവന്മാർക്ക് ഇങ്ങനെയൊക്കെ കഴിയുന്നു എന്ന്. എന്നാൽ ഇപ്പോൾ സ്വന്തം മകളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ബുദ്ധിയുള്ള ഒരുത്തന് അതൊക്കെ സാധിക്കുമെന്ന്. പാർക്കിലാണോടാ നിൻ്റെ 5 സ്റ്റാർ ഹോട്ടൽ? എന്നോടൊപ്പം ചേർന്ന് നിന്നൊരു പെണ്ണുണ്ടായിരുന്നല്ലോ,
അവളായിരുന്നോ ബ്രസീലിൽ നിന്ന് വന്നത്? പേരെന്താണെന്ന് ഞാൻ ചോദിച്ചല്ലോ, അതെന്താടാ നീ പറയാത്തത്? മൂന്നാർ മുരുകൻ ഏടാ നിന്റെ പേര്? പിന്നെ ഷാരി കരഞ്ഞുകൊണ്ട് പറയാണ്, എൻ്റെ മോൾ ജനിച്ചപ്പോൾ മുതൽ വാശിയും വൈരാഗ്യമുള്ളവളായിരുന്നു. അവൾ ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലായിരുന്നെങ്കിൽ അവൾ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ വാശിക്കാരിയായിരുന്ന എൻ്റെ മോൾ ആദ്യമായിട്ടായിരുന്നു അവളുടെ മുന്നിൽ എല്ലാ അർത്ഥത്തിലും കീഴടങ്ങിയത്. അയാളെ ജീവന് തുല്യം സ്നേഹിച്ചതും നിന്നെ കണ്ടതിന് ശേഷമായിരുന്നു. അത്രയ്ക്ക് ജീവനാടാ എൻ്റെ മോൾക്ക് നിന്നെ. അതുകൂടാതെ ഇപ്പോൾ ഒരു കുഞ്ഞും ജനിച്ചിരിക്കുന്നു, സുന്ദരിയായ ഒരു കുഞ്ഞ്. ഒറ്റയ്ക്ക് എൻ്റെ മോളെ പോലെയല്ല, നിന്നെ പോലെ തന്നെയാണ് ആ കുഞ്ഞ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മോളുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ എനിക്ക്. ഈ സത്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് എൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ഷാരി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഞങ്ങളെ എന്തിനാടാ നീ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചത്? ഈശ്വര, എൻ്റെ മോളിതൊക്കെ അറിയുമ്പോൾ അവളിതെങ്ങനെ സഹിക്കും? പറയടാ, പറയാൻ എന്ന് പറഞ്ഞ് അവൻ്റെ കോളറിൽ കുത്തിനി പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ്. വിട്, വിടാനാ പറഞ്ഞത്. ഇല്ല, നിന്നെ ഞാൻ കൊല്ലുടാ, വിട് വിട്. വിടാനല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞ് ഷാരി ഒറ്റ ഒന്ത് വെച്ച് കൊടുത്തു. ഓ നീ. അപ്പോൾ അവൻ പറയാണ്, നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഒക്കെ സങ്കടപ്പെടാൻ സരയു നിങ്ങളുടെ ആരാ? നിങ്ങളുടെ മോളാണോ അവൾ? നിങ്ങളുടെ സ്വന്തം മോളാണോ എന്ന്? എൻ്റെ ചരിത്രം നിങ്ങൾ പറഞ്ഞല്ലോ, ആ ചരിത്രമുള്ള എന്നോടാണോ നിങ്ങൾ കള്ളത്തരം പറയുന്നത്? അയ്യോ, താരയുടെ മോള, അതെനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ എന്നേക്കാൾ കൂടുതൽ ക്രൂരനാണ്, ചതിയനാണ്, പക്ക ക്രിമിനലാണ് നിങ്ങളുടെ ഭർത്താവ്. സംസാരശേഷിയില്ലാത്തൊരു പെൺകുട്ടിയെയാ ചെറുപ്രായത്തിൽ അയാൾ കരിച്ചു കളഞ്ഞത്. ഇതിനേക്കാളും വലിയ നെറുകേടൊന്നും ഞാൻ ആരോടും കാണിച്ചിട്ടില്ല. വേണ്ട, സ്വന്തം കുഞ്ഞിനെ അല്ല നിങ്ങൾ ലാളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ജനിച്ചൊരു കൊച്ചുമോളുണ്ടല്ലോ, എൻ്റെ ചായയാണെന്ന് നിങ്ങൾ പറഞ്ഞ കൊച്ചുമോള്, അതും നിങ്ങളുടെ സ്വന്തമല്ല, താരയുടെ സ്വന്തമാണ്. സത്യങ്ങൾ ഓരോന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയാൽ എനിക്കും പറയാനുണ്ട്. നിങ്ങളുടെ മോളോട് കുറേ അധികം കാര്യങ്ങൾ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നീക്ക് പോയാൽ നിങ്ങൾക്കതിൽ കുഴപ്പമില്ല. അതല്ല, എന്നെ തകർക്കാനാണ് പരിപാടിയെങ്കിൽ ഇതിനപ്പുറം തകരാൻ പോകുന്നത് നിങ്ങളായിരിക്കും. നിങ്ങൾ ഇപ്പം സത്യങ്ങൾ മനസ്സിലാക്കി, എന്നാൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെക്കാൾ മുന്നേ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് അയാൾ എന്നെ ശത്രുവിനെ പോലെ കാണുന്നത്. എന്നിട്ട് അയാളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നീ തന്നെയല്ലേടാ മുൻകൈയെടുത്തത്? അങ്ങനെ മുൻകൈയെടുത്ത എനിക്ക് ഇനി നിങ്ങളെ കൂടി പോകേണ്ടി വരരുത്. ഈ പാവയെല്ലാം കൊണ്ടുപോയി നീ എവിടെ കൊണ്ടുപോയി കഴുകി കളയോടാ? അതിനെ പറ്റിയൊരു കായലോ കുളമോ ഞാൻ തേടിക്കൊണ്ടിരിക്കുക. ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എത്രയെത്ര പെൺകുട്ടികളുടെയും അവരുടെ അച്ഛനമ്മമാരുടെയും കണ്ണീരിൽ കുതിർന്നതാടാ നിൻ്റെ ജീവിതം. ഇനി എനിക്കൊപ്പം എൻ്റെ ഭാര്യമാരായിട്ട് ജീവിച്ചവരൊക്കെ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അവർക്കൊപ്പം ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ മോളും അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ളവരെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് ഒരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ വിട്ടു പോയാലും അവർക്ക് കുഴപ്പങ്ങളൊന്നും വരാറില്ല. ചിലരൊക്കെ രണ്ടാമത് കെട്ടാറുമുണ്ട്. മറ്റു ചിലർ ആ കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാറുമുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഭൂലോകത്തരിയുടെ കുടുംബത്തിൽ ഞാൻ വന്ന് കയറുന്നത്. നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ നിസ്സാരക്കാരനല്ലേ? സ്വന്തം പെങ്ങളെയാണ് ആങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനാണെങ്കിലോ നിങ്ങളും നിങ്ങളുടെ മോളും കൂട്ട്. ഞാനും ബഗാസുരനും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് അയാൾ പാലിച്ചു കഴിഞ്ഞാൽ ആ പിറ്റേ ദിവസം തന്നെ ഞാൻ സലാം പറയും. എടാ, ഞാൻ എൻ്റെ മോളോട് എന്ത് പറയൂടാ? ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം ആരെന്ത് പറയുന്നു എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. എൻ്റെ ആവശ്യമില്ല എനിക്ക്. പൈസ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര പോകാറ്. ബ്രസീലിലേക്കും ജർമ്മനിയിലേക്കും ജപ്പാനിലും ഒക്കെ വെറുതെ ഒരു ടൂറ്. ഇവിടെയൊക്കെ പോയി മനസ്സൊന്ന് തണുപ്പിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അടുത്തയാൾ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, പാർക്കിൽ വെച്ച് വിക്കിയിലെ നല്ല അസ്സൽ കുടുംബത്തിലെ പെണ്ണ. നിങ്ങളുടെ മോളുടെ നീരാളി പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. 28 വരാൻ പോവുക. അപ്പോൾ മറ്റുള്ള എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെയുള്ള ആ കാര്യങ്ങളൊന്നും വിളമ്പാൻ നിൽക്കരുത്. ഇങ്ങനെ കരയാനും എന്നെ കത്തിക്കുന്ന നോട്ടം നോക്കാനും. സ്വന്തം കൊച്ചുമോളുടെ അല്ല 28 കെട്ട്. സ്വന്തം മോളല്ല കൊച്ചുമോളെ പ്രസവിച്ചത്. എനിക്ക് ആ കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ആ കുഞ്ഞിൻ്റെ അമ്മൂമ്മയാണെന്ന് പറയാൻ പറ്റില്ല. വെച്ചാൽ നിങ്ങളുമായിട്ട് ഒരു രക്തവും ബന്ധവും ഇല്ലാത്തൊരു പെൺകുട്ടിക്ക് അവളുടെ കുഞ്ഞിനും വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ ഈ താറടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേണ്ട ഷാരി. ബഗാസുരൻ ഒരു ഒത്തുതീർപ്പിൽ മുന്നോട്ട് പോകുന്നത് പോലെ അയാളുടെ ഭാര്യയും മുന്നോട്ട് പോയാൽ മതി. അല്ലാതെ മനോഹറിനെ തകർക്കാനൊന്നും നോക്കണ്ട. ഇങ്ങനെ പെട്ടെന്ന് തകരുന്ന ആളല്ല മനോഹർ. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കൂച്ചുവിലങ്ങിട്ടത് 2 പേരാ.
അവരുടെ അയലത്ത് താമസിക്കുന്ന 2 പേര്, കിരണും അവൻ്റെ ഭാര്യയും. അതെ, മനോഹറിനെ തളയ്ക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല, ഒരു പോലീസിനും. അത്രയും പറഞ്ഞ് മനോഹർ പോയി വണ്ടിയിൽ കയറി. ഷാരി പിന്നെ അവിടെ നിന്ന നിൽപ്പിൽ തന്നെ പൊട്ടി 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 കരയാണ്. ഷാരി പിന്നെ വണ്ടിയിൽ കയറിയിരുന്നിട്ട് ഒരു പാവ കണക്കിന് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാര്യങ്ങൾ ഓരോന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയാൽ എനിക്കും പറയാനുണ്ട്. മോളോട് കുറേയധികം കാര്യങ്ങൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നീക്ക് പോക്കായിട്ട് പോയാൽ നിങ്ങൾക്ക് പിന്നെ കുഴപ്പമില്ല. അല്ല, എന്നെ തകർക്കാനാണ് പരിപാടിയെങ്കിൽ അപ്പുറം തകരാൻ പോകുന്നത് നിങ്ങളായിരിക്കും. സരയു പിന്നെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചക്കര വാവയെ, അമ്മയുടെ വാവയെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഷാരി കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഒരു പാവ കണക്കിന് വന്ന് ഇറങ്ങുകയാണ് വണ്ടിയിൽ. അപ്പോൾ സരയു മനസ്സിൽ ചിന്തിക്കുകയാണ്, വട്ട് കയറിയിട്ട് എവിടെയൊക്കെയോ പോയി കറങ്ങിയിട്ട് വരിക. സരി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പൊട്ടി പൊട്ടി കരയാണ്. അപ്പോൾ സരയു ശ്രദ്ധിക്കുകയാണ്. സരി കുഞ്ഞിനെയും അവളെയും ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ സരയു ചോദിക്കുകയാണ്, എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല മോളെ. ഇല്ലെന്ന് മുഖം കണ്ടാൽ പറയില്ല. ആരെ കാണാനാ പോയത്? മുഖത്ത് നല്ല സങ്കടമുണ്ടല്ലോ. നല്ല സങ്കടമുണ്ട് എന്ന് പറഞ്ഞ് സരയുവിനെ തടവി കൊടുക്കുകയൊക്കെ ചെയ്യാണ്. മോളെ, പരിഹരിക്കാൻ കഴിയാത്ത സങ്കടം. അതുകൊണ്ടാണ് ഒരു നല്ല ഡോക്ടറെ അമ്മയും പോയി കാണാൻ ഞാൻ പറഞ്ഞത്. ഏത് ഡോക്ടറെ കണ്ടാലും അമ്മയുടെ സങ്കടം മാറത്തില്ല മോളെ. ആർക്കും പരിഹരിക്കാനും പറ്റത്തില്ല. അയലത്ത് താമസിക്കുന്ന നിൻ്റെ മുറച്ചെറുക്കനുണ്ടല്ലോ, അവൻ മുത്തായിരുന്നു. മുത്തിനെ നഷ്ടപ്പെടുത്തിയതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. കയറി പോകുന്നുണ്ടോ? അവൻ മുത്താണ് പോലും. ആ പേരിന് അർഹതയുള്ള ഒരാൾ മുമ്പ് തന്നെ ഉണ്ടല്ലോ, സ്വന്തം മരുമോൻ. എന്നിട്ടാ ആ മരുമോനെ മാറ്റി നിർത്തിയിട്ട് അവൻ മുത്താണെന്ന് പറയുന്നത്? ഇല്ലല്ലോ നിങ്ങൾക്ക്. പറഞ്ഞില്ലേ, അച്ഛൻ്റെ അസുഖം അതുപോലെ തന്നെ കിട്ടിയിരിക്കുക അമ്മക്കും. എങ്കിൽ പിന്നെ ഇങ്ങനെ പിച്ചും പേയും പറയുമോ? എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല മോളെ. പറയുന്നത് പോലെ അമ്മയുടെ സമനില തെറ്റിക്കഴിഞ്ഞു. ഇത് നിമിഷവും അമ്മയെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. എങ്കിൽ ജയിലിൽ പോകുന്ന അമ്മയെ മോൾക്ക് കാണേണ്ടി വരും. അത്രയുമേ അമ്മയ്ക്ക് പറയാനുള്ളൂ മോളെ. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.